ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥികളിൽ ഒരാളായ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജികളെയും ഹൗസിലെ ഇടപെടലുകളെയും കുറിച്ചുള്ള ഒരു വിഭാഗം പ്രേക്ഷകരുടെ ശക്തമായ അഭിപ്രായങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തിയ വിഷയമാണിത്. അനുമോൾ ടാസ്കുകൾക്കിടയിലും അല്ലാതെയും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയും പ്രോഗ്രാമിന്റെ നിലവാരത്തെ തന്നെ ബാധിക്കുന്നുവെന്ന അതീവ ഗൗരവമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശം കണ്ടന്റ് നൽകുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല എന്ന രൂക്ഷമായ വിമർശനത്തോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. അടുക്കള, പ്രാക്ക്, വ്യക്തിഹത്യ എന്നിവ മാത്രമാണ് അനുമോളുടെ ഗെയിം എന്നും ഇതിനപ്പുറം ഒരു ക്വാളിറ്റിയുള്ള കണ്ടന്റ് പോലും അവർ നൽകുന്നില്ല എന്നും പ്രേക്ഷകർ ആരോപിക്കുന്നു. ഒരു റിയാലിറ്റി ഷോ എന്ന നിലയിൽ മത്സരാർത്ഥികൾ ആരോഗ്യകരമായ വാദപ്രതിവാദങ്ങളും ഗെയിം പ്ലാനുകളും കാഴ്ചവെച്ച് ശ്രദ്ധ നേടാൻ ശ്രമിക്കുമ്പോൾ അനുമോൾ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെ മാത്രം നിലനിൽക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ധ്വനി ഈ വിമർശനത്തിലുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെ ആരോപണങ്ങളാണ് പടച്ചുവിടുന്നത് എന്ന ചോദ്യം ഹൗസിലെ അവരുടെ വാക്കുകളുടെ സത്യസന്ധതയെയും ഉദ്ദേശശുദ്ധിയെയും ചോദ്യം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ബിഗ് ബോസ് ഹൗസിന് പുറത്തൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാതെയാണ് ഈ വ്യക്തിഹത്യാപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന പരാമർശം അനുമോളുടെ ഗെയിം ശൈലി വ്യക്തിഗത ബന്ധങ്ങളെയും കരിയറിനെയും എങ്ങനെ ബാധിക്കുമെന്നുള്ള പ്രേക്ഷകരുടെ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ടാസ്കുകൾക്കിടയിലെ അനുമോളുടെ ഇടപെടലുകളാണ് കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചൂടേറിയതുമായ ചർച്ചാ വിഷയം. പ്രത്യേകിച്ചും ഫിസിക്കൽ ടാസ്കുകളിൽ മറ്റു മത്സരാർത്ഥികൾ ടച്ച് ചെയ്യുന്നതിനെ കുറിച്ചും അടുത്ത് ഇടപഴകുന്നതിനെ കുറിച്ചും അവർ ഉന്നയിച്ച പരാതികൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ടച്ച് ചെയ്യാതിരിക്കുന്നത്? അറിയില്ല, പറഞ്ഞു തരൂ ആരെങ്കിലും എന്ന ചോദ്യം ഇത്തരം ടാസ്കുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഫിസിക്കൽ ടാസ്കുകൾ എന്നാൽ മത്സരാർത്ഥികൾ തമ്മിൽ ശാരീരികമായ ഏറ്റുമുട്ടലുകൾ സ്വാഭാവികമാണ്. ഇത് ഇഷ്ടമല്ലെങ്കിൽ ഷാനവാസിനെ പോലെ മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ മറ്റുള്ളവരെ ടാസ്ക് ചെയ്യാൻ അനുവദിക്കാതെ പരാതി ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ഈ വിവാദങ്ങളെ വിമർശകർ കാണുന്നത് ഒരു വൃത്തികെട്ട ഷോ ആയിട്ടാണ്. ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം കരച്ചിലും ഒറ്റപ്പെടൽ നാടകവും കളിക്കുകയാണെന്നും പണി പാളിയപ്പോൾ വുമൺ കാർഡ് ഇറക്കുകയാണെന്നും വിമർശിക്കുന്നു. ഇവിടെയാണ് ഈ കുറിപ്പിന്റെ മർമ്മപ്രധാനമായ ആവശ്യം വരുന്നത്. ഇനിയുള്ള ടാസ്കുകൾ ആണിനും പെണ്ണിനും പ്രത്യേകം വെക്ക് ബിഗ് ബോസ്. അപേക്ഷയാണ്. ഇത്തരം നിലവാരമില്ലാത്ത ആരോപണങ്ങളും വ്യക്തിഹത്യയും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ അപേക്ഷയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മഡ് ടാസ്കിനെ കുറിച്ചുള്ള പരാമർശം ഈ വിഷയത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. അനുമോൾ ആ ടാസ്കിൽ മണ്ണിലിറങ്ങാതെ പുറത്തു നിന്നതിനാൽ അത് നന്നായി നടന്നുവെന്നും ഇറങ്ങിയിരുന്നെങ്കിൽ അന്നും ആരോപണം കേൾക്കാമായിരുന്നുവെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. സീസണിലെ ജിസൈലിനെ പോലുള്ള സ്ത്രീകൾ ഫിസിക്കൽ ടാസ്കുകളിൽ ലോക്ക് ചെയ്ത് വെക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ മുകളിൽ ആളുകൾ കയറിക്കിടന്നപ്പോഴും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ലെന്ന താരതമ്യം അനുമോളുടെ നിലപാടുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അനുമോളുടെ ആരോപണങ്ങൾ മറ്റ് മത്സരാർത്ഥികളിൽ, പ്രത്യേകിച്ചും അക്ബർ, ആര്യൻ, സാബുമാൻ തുടങ്ങിയ പുരുഷ മത്സരാർത്ഥികളിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ചും കുറിപ്പ് സംസാരിക്കുന്നുണ്ട്. പാവം ആ സാബുമാനെയെങ്കിലും വെറുതെ വിടണേ എന്ന പ്രയോഗം ഇതിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. അക്ബറിനെതിരെ വന്ന ആരോപണങ്ങൾ ഒരുപാട് ട്രോളുകൾക്ക് വഴിവെച്ചതിനെ കുറിച്ചും ഒരു പുരുഷ മത്സരാർത്ഥിക്ക് തന്റെ നേരെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ പുറത്തുള്ള തന്റെ അമ്മ പോലും സഹിക്കില്ലെന്ന് പറഞ്ഞതിനെ കുറിച്ചും പ്രേക്ഷകർ വേദനയോടെ ഓർക്കുന്നു. അനുമോളുടെ ആരോപണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഗൗരവമായ ചിന്തയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും സംസാരിക്കേണ്ടി വരുന്ന അവതാരകനായ മോഹൻലാലിന്റെ അവസ്ഥയും കഷ്ടമാണെന്ന് കുറിപ്പിൽ പറയുന്നു. ഒരു വിനോദ പരിപാടിയുടെ ഭാഗമായി ഇത്തരം ഗുരുതരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് മോഹൻലാലിന് ഒരു വെല്ലുവിളിയാണെന്ന പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അനുമോളുടെ ഗെയിമിനെ വിമർശിക്കുമ്പോൾ തന്നെ ആരുടെയും PR-ഓ ഫാനോ ആയി മുദ്ര കുത്തരുതെന്നും കുറിപ്പിന്റെ അവസാനം വിമർശകർ പറയുന്നുണ്ട്. ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഫാനും PR-ഉം ആക്കുന്നതാണല്ലോ പതിവ് എന്ന പരാമർശം സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ചർച്ചകളിലെ ഒരു പൊതുപ്രവണതയെ തുറന്നു കാട്ടുന്നുണ്ട്. മുൻപ് അനുവിനെ കുറിച്ച് റിവ്യൂ ഇടാതിരുന്നപ്പോൾ തന്നെ അനുവിന്റെ PR ആയി ചിത്രീകരിച്ച അനുഭവവും ഇവർ പങ്കുവെക്കുന്നു. താൻ ഒരു ബിഗ് ബോസിന്റെ സാധാ പ്രേക്ഷക മാത്രമാണെന്നും ആര് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും പറയുമെന്നും ഉറപ്പിച്ചു പറയുന്നു. ഈ കുറിപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ അനുമോളുടെ ഗെയിം ശൈലിയെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ്. ഒരു മത്സരാർത്ഥിയുടെ നിലനിൽപ്പിനായുള്ള തന്ത്രങ്ങൾ ആരോഗ്യകരമായ ഗെയിം പ്ലാനുകളുടെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അത് പരിപാടിയുടെ നിലവാരത്തെയും മറ്റു മത്സരാർത്ഥികളുടെ വ്യക്തിപരമായ ജീവിതത്തെയും എങ്ങനെ ബാധിക്കുമെന്നുള്ള ഗൗരവമായ ആശങ്കകളാണ് ഈ വിമർശനത്തിന്റെ എല്ലാം പിന്നിൽ. ഫിസിക്കൽ ടാസ്കുകളിലെ സമീപനം, വ്യക്തിഹത്യ, വുമൺ കാർഡ് ആരോപണങ്ങൾ എന്നിവയാണ് ഈ വിമർശനങ്ങളിലെ മുഖ്യ വിഷയങ്ങൾ.